നമുക്ക് ശബരിമല സ്വർണ്ണ കവർച്ച കേസിലേക്ക് പോകാം. അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം. 2 കേസുകളിലും തന്ത്രിക്ക് ജാമ്യം ലഭിച്ചു. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് എം മനോജും ആർ രാജീവും ഒപ്പം ചേരുകയാണ്. എം മനോജ്, ആദ്യം ഈ കോടതി എന്താണ് പറഞ്ഞത്? 2 കേസുകളിലും ജാമ്യം ലഭിക്കണമെങ്കിൽ തന്ത്രിയുടെ ഭാഗത്ത് ശരി കൂടി പരിഗണിച്ചിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായും SIT മുന്നോട്ട് വച്ചിട്ടുള്ള ഈ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ സാമ്പത്തിക ഇടപാടുകളും അതോടൊപ്പം തന്നെ ഈ തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ SITക്ക് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഇരുവാദങ്ങളും കേട്ട കോടതിയാണ് ഈ തന്ത്രിക്ക് 2 കേസുകളിലും ജാമ്യം അനുവദിച്ച് നൽകിയത്. ഈ നേരത്തെ തന്നെ പ്രതിഭാഗം വാദം ഉന്നയിച്ചിരുന്നു. തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രത്തിലെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലല്ല, ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് പങ്ക് വഹിക്കാനുള്ളത്. മറ്റ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ അടക്കം അവിടെയുള്ള രീതികളടക്കം ചൂണ്ടിക്കാട്ടിയാണ് അത്തരത്തിലുള്ള വാദം പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കൃത്യമായും തന്ത്രിക്ക് ഉണ്ടായിരുന്ന ഇടപെടൽ എന്തായിരുന്നു എന്നത് കോടതിക്ക് മുൻപാകെ വ്യക്തമാക്കി കൊടുത്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അത്രയധികം ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഒരു കീഴ്ശാന്തിയുടെ പരികർമ്മിയായി മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങനെ നിർത്തുകയില്ലായിരുന്നു എന്നുള്ള കാര്യവും കോടതിക്ക് മുന്നിൽ അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ പ്രോസിക്യൂഷൻ വാദം നടന്നത്. പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ സ്വകാര്യ പണമിടപാട് കേന്ദ്രത്തിലൊക്കെ തന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള നിക്ഷേപവും അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമൊക്കെ പറയുമ്പോഴും ഈ എങ്ങനെയാണ് തന്ത്രി ഈ പണം അതിൽ നിക്ഷേപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ കുടുംബപരമായിട്ടുള്ള സ്വത്താണോ അല്ലെങ്കിൽ ഏത് വഴിയാണ് അത് സമ്പാദിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടൊന്നും കോടതിയെ ബോധിപ്പിക്കാൻ കൃത്യമായും ആയിട്ടില്ല എന്നുള്ളതാണ്. SIT മുന്നോട്ട് വച്ചത് ഈ നിക്ഷേപങ്ങൾ മാത്രമാണ്. പക്ഷേ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിലൂടെയാണോ തന്ത്രി ഇത്തരത്തിൽ ലാഭം കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ലാഭം കണ്ടെത്തിയിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടൊന്നും തെളിയിക്കാൻ SITക്ക് ആയില്ല. അത് തന്നെയാണ് വലിയ തിരിച്ചടി ഏൽക്കേണ്ടി വന്നത്. കാരണം തന്ത്രിയുടെ കാര്യത്തിൽ മാത്രം SITയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ കാര്യം തന്നെ ED കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ അന്നാണ് തന്ത്രിയെ ഈ SIT അറസ്റ്റ് ചെയ്യുന്നത്. ഈ അതിനുശേഷം ഉള്ള അന്വേഷണത്തിൻ്റെ മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ നോക്കിക്കണ്ടാൽ അതിൽ 5 പ്രതികളെ വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്ന് SIT പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു അറസ്റ്റ് നടന്നിട്ടില്ല. അതിനുശേഷം തന്ത്രിക്കെതിരെയുള്ള തെളിവുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി SIT നിരന്തരം പരിശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഈ ധനമിടപാട് സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ വീട്ടിലുമൊക്കെ പരിശോധന നടത്തുന്നു. ആ വീട്ടിൽ നിന്ന് വാജിവാഹനം ഉൾപ്പെടെ എടുത്തുകൊണ്ട് കോടതിയിലേക്ക് വരുന്നു. കോടതിക്കത് കൈമാറുന്നു. പക്ഷേ അതിൽ വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. കാരണം വാജിവാഹനം അടക്കം അത് സ്വാഭാവികമായും ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് കൈമാറേണ്ടത് എന്നതിനെപ്പറ്റി കൃത്യമായും SITക്ക് ഒരു വിലയിരുത്തലില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. അതിനുശേഷം വീണ്ടും SIT ഈ തന്ത്രിക്കെതിരായുള്ള റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ടായിരുന്നു. തന്ത്രി ജാമ്യ ഹർജി സമർപ്പിച്ചപ്പോൾ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ ആ റിപ്പോർട്ട് മുൻനിർത്തി പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ച വാദം അത് കോടതി മുഖവിലേക്ക് എടുത്തില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് മുഖവിലേക്ക് എടുത്തിരുന്നെങ്കിൽ കോടതി ഇത്തരത്തിലൊരു തീരുമാനം എടുക്കില്ലായിരുന്നു. പക്ഷേ കൃത്യമായും പ്രതിഭാഗം ഉന്നയിക്കുന്ന വാദം ന്യായമാണ് എന്നുള്ളത് മനസ്സിലാക്കിയാണ് കോടതി ജാമ്യം അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് 6ാമതായാണ് ഇപ്പോൾ തന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്നത്. മറ്റു പ്രതികളെല്ലാം തന്നെ സ്വാഭാവിക ജാമ്യം തേടി, അതായത് റിമാൻഡിലായി 90 ദിവസം കഴിഞ്ഞ് ഏതൊരു പ്രതിക്കും കിട്ടുന്ന രീതിയിലുള്ള പരിഗണനയാണ് അത് കോടതിയുടെ ഭാഗത്ത് നിന്ന് മറ്റു പ്രതികൾക്ക് കിട്ടിയത്. അതിൽ ശ്രീകുമാർ മാത്രമാണ്, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാർ മാത്രമാണ് 43ാം ദിനം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് തരങ്ങളിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം അനുവദിച്ച് നൽകിയത്. അതുപോലെ തന്നെയാണ് 41ാം ദിനത്തിൽ ഇപ്പോൾ തന്ത്രിക്കും ജാമ്യം അനുവദിച്ച് നൽകിയിട്ടുള്ളത്. കാരണം അത്രയധികം ഈ തന്ത്രിക്കെതിരെയുള്ള തെളിവുകൾ SIT കോടതിയിൽ ഹാജരാക്കിയെന്ന് പറയുമ്പോഴും ഏത് തരത്തിലുള്ള തെളിവുകളാണ്, അല്ലെങ്കിൽ അത് കോടതിക്ക് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ തന്ത്രിക്കെതിരായിട്ടുള്ള തെളിവുകൾ അത് പ്രഥമദൃഷ്ട്യാ തെളിവുകളില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഇനി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 2 ആൾ ജാമ്യം അതോടൊപ്പം തന്നെ മറ്റുപാധികളും ഉണ്ടാകും. സ്വാഭാവികമായും 3 മണിക്ക് ശേഷമാകും ഈ ഓർഡർ ലഭിക്കുന്നത്. ഈ ഉത്തരവുമായാണ് നേരെ തിരുവനന്തപുരത്തേക്ക് എത്തി അവിടെ നിന്നും ജയിൽ മോചിതരാകുക തന്ത്രി. എന്തായാലും ഇനിയുള്ള നാളുകളിലൊക്കെ തന്നെ അന്വേഷണവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് കുടുംബം ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. ഒരിക്കലും തന്ത്രി ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബവും അഭിഭാഷകരും അടക്കം നിരന്തരമായും ഉന്നയിക്കുന്നത്. ആദ്യം റിമാൻഡ് റിപ്പോർട്ട് തന്നെ വിചിത്രമായി തോന്നി എന്നുള്ള കാര്യം അത് അന്നേ അഭിഭാഷകൻ വ്യക്തമാക്കിയതാണ്. കാരണം തന്ത്രിയെ
അറസ്റ്റ് ചെയ്യുമ്പോൾ തന്ത്രി ചെയ്ത കുറ്റം എന്താണ് എന്ന് റിമാൻഡ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ അറസ്റ്റ് നോട്ടീസിലോ കൊടുത്തിരിക്കുന്നത് തന്ത്രി ദേവൻ്റെ അനുജ്ഞയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ആചാര ലംഘനം നടത്തി എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പരിശോധിച്ച ശേഷം അന്ന് തന്നെ അഭിഭാഷകരടക്കം പറഞ്ഞതാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ ഇത്തരത്തിൽ വേട്ടയാടുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത് എന്നുള്ളത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ കോടതി നടപടികളൊക്കെ തുടരുമ്പോൾ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇത് SITക്ക് ഏറ്റ വലിയ തിരിച്ചടി തന്നെ എന്ന് പറയാം. കാരണം SIT ഈ മറ്റു പ്രതികൾക്കൊന്നും തന്നെ അവർക്കൊക്കെ സ്വാഭാവിക ജാമ്യം ലഭിക്കുവാൻ വേണ്ടി കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിരുന്നില്ല. അപ്പോൾ തന്ത്രിക്കെതിരെ മാത്രം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളുമായി കോടതിയെ സമീപിക്കുമ്പോൾ അത് SITക്ക് വലിയ തിരിച്ചടിയാവുകയാണ് തന്ത്രിയുടെ ജാമ്യം. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇന്ന് നിർണായകമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ്. ഇതിൽ 2 കേസുകളിലും പ്രതി ചേർക്കപ്പെട്ട തന്ത്രി കണ്ഠരര് രാജീവർക്കാണ് ഇപ്പം ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ശരി, ഞാൻ മനോജിലേക്ക് വരാം. രാജീവ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. രാജീവ്, ഇവിടെ കേസിൽ പ്രധാന പ്രതികൾ സ്വാഭാവിക ജാമ്യം തേടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പലരും. നോക്കൂ, 41 ദിവസങ്ങൾക്ക് ശേഷം തന്ത്രി പുറത്തേക്ക് വരുന്നു. തന്ത്രിക്ക് ജാമ്യം കൊടുക്കുന്നതിൽ തെറ്റില്ലെന്ന് കോടതി തീരുമാനിച്ചുവെങ്കിൽ അതിനർത്ഥം ഈ കേസിൽ തന്ത്രിയുടെ ഭാഗത്ത് തന്ത്രി പറഞ്ഞതിലൊക്കെ ശരിയുണ്ട് എന്ന് തന്നെയല്ലേ? പ്രഥമ ദൃഷ്ട്യാ കുറ്റം തെളിയിക്കാനുള്ള തെളിവുകളില്ല എന്ന് കോടതി പറയുന്നുണ്ട്. കൃഷ്ണരാജ്, തുടക്കം മുതൽ തന്നെ നമ്മൾ ചർച്ച ചെയ്ത വിഷയവും അതുതന്നെയാണ്. അതായത് തന്ത്രിക്കെതിരെ ദുർബലമായ കാര്യങ്ങളാണ് പ്രധാനമായും SIT മുന്നോട്ട് വെച്ചിരുന്നത്. തന്ത്രി ആചാര ലംഘനം നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ആദ്യം പറഞ്ഞിരുന്നത്. അത് എങ്ങനെ നിലനിൽക്കും എന്ന ചോദ്യം അന്ന് നിയമവൃത്തങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നു. പ്രധാനമായും SIT പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. 2005 മുതലുള്ള ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ഉണ്ടായിരുന്നത്. മാത്രമല്ല സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിൽ നടത്തിയെന്നും SIT പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴും 2005 ബന്ധം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ 2019 തന്ത്രിക്ക് തട്ടിപ്പ് നടത്താൻ കഴിയും എന്ന ചോദ്യം ഉയർന്നു വന്നു. എന്നാൽ അതിന് SITക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആചാര ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഉത്തരവനുസരിച്ചാണ് ഇത്തരമൊരു കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അതായത് 2019 ആദ്യം കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നതും പിന്നീട് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതുമൊക്കെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് അനുസരിച്ചാണ്. ബോർഡ് യോഗം ചേരുന്നു. അതിനുശേഷമാണ് ഒരു ഉത്തരവ് പുറത്തിറക്കുന്നത്. ആ ഉത്തരവനുസരിച്ച് കൃത്യമായി ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുമ്പോൾ തന്ത്രിക്ക് എങ്ങനെയാണ് അതിൽ ഉത്തരവാദിത്വം ഉണ്ടാകുക എന്ന ചോദ്യമായിരുന്നു പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നത്. മാത്രമല്ല അതിൽ യാഥാർത്ഥ്യമുണ്ട് താനും. കാരണം തന്ത്രിക്ക് ഒരു ക്ഷേത്രത്തിലെ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെടാൻ അധികാരമുള്ളത്. ദേവസ്വം മാനുവൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. തന്ത്രിക്കുള്ളത് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് അവകാശം. മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡാണ് നയപരമായോ ഭരണപരമായോ ഉള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അവിടെ എങ്ങനെയാണ് തന്ത്രി പ്രതിസ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന ചോദ്യമായിരുന്നു രണ്ടാമത് ഉയർന്നു വന്നത്. ഇതിനൊപ്പമാണ് തന്ത്രിക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ട്. അതായത് കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ തന്ത്രി നടത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന കാര്യം SIT പറയുന്നത്. ആ കാലയളവെന്ന് പറയുന്നതും 2005-2006 കാലയളവാണ്. പക്ഷേ ഈ പ്രധാനപ്പെട്ട കുറ്റകൃത്യം നടന്നിരിക്കുന്നത് 2019 കോടതി ചൂണ്ടിക്കാണിച്ചതും ആ വിഷയമാണ്. 2005 2006 സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക കൈമാറ്റത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അവ്യക്തതയുണ്ടെങ്കിൽ 2019 കുറ്റകൃത്യത്തിന് അതെങ്ങനെ തെളിവായി പരിഗണിക്കാൻ കഴിയും എന്ന ചോദ്യം SITയോട് കോടതി ചോദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് കൃത്യമായൊരു മറുപടി നൽകാൻ SITക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല ഈ ആചാരപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ആചാരപരമായ കാര്യങ്ങളിൽ സംരക്ഷണം തീർക്കേണ്ടത് തന്ത്രിയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. ഏതെങ്കിലും തരത്തിൽ അനാചാരം അവിടെ കൊണ്ടുവരികയാണെങ്കിൽ ദേവസ്വം ബോർഡാണെങ്കിൽ കൂടിയും അതിനെ എതിർക്കാനുള്ള ധാർമ്മികമായ അവകാശം തന്ത്രിക്കുണ്ട്. നേരത്തെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. അന്ന് ആ സമയത്ത് അതായത് ആചാര ലംഘനം ശബരിമലയിൽ നടത്തുമെന്ന് സർക്കാർ തീരുമാനമെടുത്തപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തപ്പോൾ തന്ത്രി അതിനെ എതിർത്തിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആചാര ലംഘനം അവിടെ നടക്കുകയാണെങ്കിൽ ശബരിമല ശ്രീകോവിൽ അടയ്ക്കുമെന്ന നിലപാട് തന്ത്രി സ്വീകരിച്ചിരുന്നു. അത്തരത്തിൽ അനാചാരങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ തന്ത്രിക്ക് അവകാശമുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് എടുക്കുന്ന ഒരു നയപരമായ തീരുമാനത്തെ എങ്ങനെ തന്ത്രിക്ക് എതിർക്കാൻ കഴിയും എന്ന ചോദ്യം കോടതിയിൽ ഉയർന്നു വന്നു. അത് കോടതി അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. 41 ദിവസത്തിന് ശേഷം അറസ്റ്റിലായ തന്ത്രി ജാമ്യം നേടി പുറത്ത് എത്തുകയാണ്. 2 കേസുകളിലും ജാമ്യം ലഭിച്ചു. വിവരണം നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന് മനോജും രാജീവ്.